ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെക്കേഷൻ തീരാറായി. അതിൻ്റെ ലാസ്റ്റ് കൊട്ടിക്കലാശമായിട്ട് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് പാരീസിലാണ്. ഇവിടെ 3 ദിവസം അടിച്ചു പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ പാരീസ് ട്രിപ്പിലേക്ക് സ്വാഗതം. വീഡിയോയുടെ ലെന്ത് കൂടുന്നതുകൊണ്ട് ഞാനിത് 2 പാർട്ടായിട്ട് ഇടുന്നത്. അത് ആദ്യത്തേതിൻ്റെ അകത്ത് അങ്ങോട്ടുള്ള ജേർണി, അതുപോലെ തന്നെ പാരീസ് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ, ടാക്സി എടുക്കുന്നത്, പിന്നെ അവിടുത്തെ ഹോട്ടൽ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഈഫൽ ടവറും, ഇത്രയും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ. ഞങ്ങൾ വെറോണ എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഓർലി എയർപോർട്ടാണ് എടുത്തേക്കുന്നത്. ഈഫൽ ടവറിൻ്റെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് ഇതാണ്. ഇവിടുന്ന് 1 മണിക്കൂർ ഫ്ലൈ ആണുള്ളത്. ഞങ്ങൾ വോളോ തെയാന്ന് പറഞ്ഞ എയർലൈനാണ് എടുത്തേക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് ചിലവായത് ഒരാൾക്ക് 10 യൂറോ മാത്രമാണ് അങ്ങോട്ട് പോയത്. ഇങ്ങോട്ട് പോരാനായിട്ട് നമുക്ക് 70 യൂറോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ലഗേജ് ഒന്നും കൊണ്ടുപോകത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓർലി എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മൊണാലിസയൊക്കെ അവിടെ നിൽക്കുന്നു. മോൾ ആദ്യം തന്നെ പോയി ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്ത് കഴിഞ്ഞു. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ടാക്സിയാണ് എടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. ഞങ്ങളുടെ ഓൺലൈനിൽ ഓൾറെഡി നോക്കിയായിരുന്നു. അവർ 75 യൂറോ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെടുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സീൻ നദിയുടെ താഴ് സൈഡിലോട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഹോട്ടലെങ്കിൽ അതിന് 36 യൂറോയേ വരുന്നുള്ളൂ. അതേസമയം മേലത്തെ ഭാഗത്താണെങ്കിൽ 54 യൂറോയാണ് വരുന്നത്. 3-4 പേരുണ്ടെങ്കിൽ നമുക്ക് ടാക്സി തന്നെയാണ് ലാഭം മറ്റു ട്രാൻസ്പോർട്ടിനേക്കാളും. ഈ റേറ്റ് ഫിക്സഡ് ആണ് കേട്ടോ, അതിൻ്റെ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴേ കുറേ ടാക്സിക്കാർ വരും, നമ്മളോട് കുറേ ബാർഗൈനിങ് ചെയ്യും. അവർ 70, 75 ഒക്കെ ഒത്തിരി പറയും. പക്ഷേ നമ്മൾ മുമ്പോട്ട് തന്നെ പോവുക. ആദ്യം വരുന്ന ടാക്സിക്ക് നമ്മൾ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക ഹോട്ടലിൻ്റെ, എന്നിട്ട് നമ്മൾ കയറിയാൽ മതി. ഞങ്ങൾക്ക് വന്ന ടാക്സി 7 സീറ്റർ ആയിരുന്നു. അത് പിന്നെ ഞങ്ങളുടെ അഡ്രസ്സ് കൊടുത്തപ്പോൾ അവർ കളിപ്പിക്കാനാണോ എന്നറിയില്ല, അവർ പറഞ്ഞു ഇത് അവർക്കറിയത്തില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. എനിവേ അവിടുന്ന് 25 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് 34 രൂപ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ നമുക്ക് സമയം സന്ധ്യ ആയതുകൊണ്ടും ഒത്തിരി ബാർഗെയിനിങ്, അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് 50 യൂറോ കൊടുക്കേണ്ട വന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നേരത്തെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞങ്ങളുടെ ഹോട്ടലാണിത്. ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഹോട്ടൽ യൂമ എന്ന് പറയും. ഇത് ഇവിടുന്ന് ഐഫൽ ടവറിൻ്റെ അടുത്തോട്ട് ഏകദേശം 10 മിനിറ്റ് പോലും നടക്കാനില്ല, 8 മിനിറ്റ് നടന്നാൽ മതി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. റിസപ്ഷൻ ഇവിടെയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇവിടെ പിന്നെ ഞങ്ങളിവിടെ 2 നൈറ്റാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മളിവിടെ സിറ്റിയുടെ ടാക്സി ഇവിടെ അടയ്ക്കണം കേട്ടോ. 21 യൂറോയും കൂടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ റൂമിലോട്ട് വന്നു കഴിഞ്ഞു. ഇതാണ് റൂം. അപ്പോൾ ഒരു റൂമിനകത്ത് അവർ ഒരു ഡബിൾ കോട്ടും പിന്നെ 2 സിംഗിൾ കോട്ട്, അതിൽ നിലയായിട്ടുള്ള കോട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ ഇത്രത്തിന് നമ്മൾ 350 യൂറോയാണ് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. എന്നാണേലും കോട്ടും റൂമും ഒക്കെ പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോൾ എന്നാണേലും മേളിൽ കിടക്കാനായിട്ട് അവിടെ കയറി കഴിഞ്ഞു. അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മോൻ താഴെയും കിടക്കുന്നു. ഈഫൽ ടവറിനോട് അടുത്തായതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കൂടിയത്. പിന്നെ നമ്മൾ കുറഞ്ഞ പ്രൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലീനിങ്നെസ്സൊക്കെ വളരെ ശോകമായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി പ്രൈസ് കൂടിയ തന്നെ ഹോട്ടലിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എല്ലാം നല്ല വാഷ്റൂമും ബാത്റൂമും ഷവറും എല്ലാം നല്ലതായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ടവൽസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ടൂത്ത് പേസ്റ്റും ബ്രഷും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് നമ്മൾ റിസപ്ഷനിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു. അതുമാത്രമേ ഞാൻ കുറവായിട്ട് കണ്ടുള്ളൂ. പിന്നെ ഷവർ ജെല്ലുണ്ടായിരുന്നു. ഷുഗർ ക്യാൻഡി അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ്, ഈഫൽ ടവറിൻ്റെ ഷേപ്പൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ടാക്സി എടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് വന്നത്. 25 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹോട്ടലിലെത്താൻ സാധിച്ചു. അതേസമയം മറ്റ് ട്രാൻസ്പോർട്ടൊക്കെ ആണെങ്കിൽ, ബസ്സും ട്രെയിനും ഒക്കെ ആണെങ്കിൽ 1.5 മണിക്കൂറോളം എടുക്കും. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലെ ചെക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഐഫൽ ടവറിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളിപ്പം നൈറ്റ് ഷോയും കാണണം. ഇതേ നമുക്ക് കാണാം ഇടയ്ക്കൂടെ. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്വായ് ഗ്രനേല എന്ന് പറഞ്ഞ മെയിൻ റോഡിൽ കൂടെയാണ്. ഇത് ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഇപ്പം ആദ്യം കാണാൻ പോകുന്നത് ഒരു ബ്രിഡ്ജാണ്. അതിൻ്റെ ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത്. നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ പേര് ബീർ ഹക്കിം എന്നാണ്. ഇതിന് 2 ലെവലുണ്ട്. മേളത്തെ ലെവല് നമ്മുടെ മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, താഴത്തെ മോട്ടോർ വേയ്ക്ക് വേണ്ടിയിട്ടും. ഇത് ഇപ്പം നമുക്ക് സുന്ദരമായി ഒഴുകുന്ന സീൻ നദിയെ കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ തീരത്തുകൂടിയാണ് ഇപ്പം നടന്നങ്ങ് പോണത്.
മറ്റേവിടുത്തെ സ്ട്രെയിറ്റ് റോഡ് കിടപ്പുണ്ട്. ഇതിലൂടെ ആണെങ്കിൽ നമുക്ക് ഈ തീരത്തൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സീൻ നദിയും കാണാനും ചെയ്യാം. വലിയ തിരക്കുമില്ല, ട്രാഫിക് ഇല്ലാതെ പോകാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇതിൻ്റെ കാഴ്ചയെ കാണുവാണ്. അയ്യോ കണ്ടോ, നല്ല എല്ലാ കെട്ടിടങ്ങളും ഒരുപോലെയാണ്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കും എല്ലാ ആർക്കിടെക്ചർ ഭയങ്കര ഇതാണ് കേട്ടോ. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പണിതാണെന്ന് ഓർക്കണം. അതിലാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഞങ്ങളിപ്പം ഈഫൽ ടവറിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റുണ്ട്, തണുപ്പുമുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ മെയ് മാസം ആണെങ്കിലും ഇവിടെ ഇത്ര യൂറോപ്പിൽ ക്ലൈമറ്റ് ശരിക്കും അങ്ങ് തണുപ്പങ്ങ് പോയിട്ടില്ല. ഇത് കണ്ടോ, നല്ല തെളിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ അയൺ ലേഡി, പാരീസിൻ്റെ അയൺ ലേഡി നിൽക്കുന്ന കണ്ടാൽ തന്നെ എന്തൊരു ഗമയാണ്. ഒരു കാലത്ത് ഉയരത്തിൻ്റെ കാര്യത്തിൽ ലോകാത്ഭുതങ്ങളിൽ പെട്ടതായിരുന്നു ഇത്. ഇപ്പോൾ അതിൻ്റെ സ്ഥാനം പോയെങ്കിലും ഇപ്പോഴും അതിൻ്റെ ആ പ്രൗഢിയിൽ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. ഈ ഈഫൽ ടവറിൻ്റെ ഈ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളോ അയ്യോ ഭയങ്കര ഒരു വൈബാണ് നമുക്ക് തരുന്നത്. എന്നാ അതിന് പറയുന്നത്, എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സായുജ്യത്തിലാണെന്ന് ഞാൻ പറയാം. അയ്യോ ഭയങ്കര കേട്ടോ, വളരെ സന്തോഷം തോന്നുന്നു. ഒരു എന്താ പറയുന്നത്, വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ വരാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ ലീവിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും, മീൻസ് ഹൈ റേറ്റ് ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ പ്രശ്നം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നത് ഇപ്രാവശ്യം മാത്രമാണ്. അതുകൊണ്ട് ശരിക്കും നമുക്കൊന്ന് എൻജോയ് ചെയ്യാം ഇവിടെ. ഇപ്പം ഞങ്ങൾ സീൻ നദിയുടെ തീരത്ത് നിന്നാണ് ഈ ലൈറ്റനിങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷനായ ടിംഗ്ലിങ്ങും സ്പാർക്കിംഗ് ആയിട്ടുള്ള ലൈറ്റ് ഡെക്കറേഷൻ ഇപ്പോൾ ഇട്ട് കഴിയും. ഇത് വെറും 5 മിനിറ്റത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ. കണ്ടോ എന്നാ രസമാണെന്ന് നോക്കിയേ. നൈറ്റ് ഷോ രാത്രി 1 മണി വരെ ഉണ്ട്. അപ്പം ഓരോ മണിക്കൂർ ഇടവിട്ടും 5 മിനിറ്റ് ഈ ഡെക്കറേഷൻ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞ് റിക്വസ്റ്റ് ഉണ്ടായിരുന്നേ. ഇപ്പം നമ്മൾ 50,000 ബൾബ് കൊണ്ടുള്ള ഒരു ലൈറ്റ് ഷോ ആണ് കണ്ടത്. അപ്പോൾ പിശുക്കൊന്നും കാണിക്കാതെ എനിക്കൊരു ലൈക്കും ഒരു കുഞ്ഞ് കമൻറ്റ് വിട്ടേക്കണേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്ത് തരണം കേട്ടോ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ, സ്വർണ്ണത്തിൽ കുളിച്ച് നിൽക്കുന്ന പാരീഷ് സുന്ദരിയെ, നല്ല രസമല്ലേ കാണാൻ. പിന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇറ്റലിയിലെ ചാർജർ ഇതിൻ്റെ അകത്ത് കയറും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ USB-യുടെ കേബിൾ വയർ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഇതിൻ്റെ അകത്ത്. രാവിലെ ഞങ്ങൾ ഫ്രഷായി ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. നമ്മുടെ ഹോട്ടലിൽ തന്നെ നമുക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു നമ്മുടെ പേയ്മെൻറ്റിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഒരു നമ്മുടെ ഹോട്ടലിലുള്ള എല്ലാവരും തന്നെ ഇവിടെയാണ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. എല്ലാവിധ ബ്രേക്ക്ഫാസ്റ്റുകളും ഉണ്ട്. ഇറ്റാലിയൻ, ഫ്രഞ്ച്, അമേരിക്കൻ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീണ്ട നിര തന്നെയുണ്ട്. എഗ്ഗ്, ഹാം, ചീസ്, ക്രൊസോണ്, അങ്ങനെ എല്ലാം ഉണ്ട്. നോക്കിയേ എന്ത് നല്ല നിരയാന്ന് നോക്കിയേ. പിന്നെ ഫ്രൂട്ട്സ്, യോഗുർട്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാം ആദ്യം ഒന്ന് നേരെ കാണുവാണ്, ഏതാ എടുക്കേണ്ടതെന്ന് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല ക്രൊസോണിൻ്റെ എല്ലാ ടൈപ്പും ഉണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ട്, പിന്നെ ഈ വശത്ത് നമുക്ക് ജാം, ഹണി, ബട്ടറുണ്ട്, പിന്നെ നുട്ടേല ഉണ്ട്. അതിൻ്റെ മറ്റ് വശത്തായിട്ട് പിന്നെ വിവിധതരം ജ്യൂസുകളുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഓട്സ് ഉണ്ട്, കെലോസ്, അങ്ങനെ അതിൻ്റെ ലിസ്റ്റാണ്. പിള്ളേർ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഹോട്ട് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു കപ്പുച്ചീനോ മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇവിടെയെല്ലാം നമ്മൾ സെൽഫ് സർവീസാണ്. സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് അവർ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ഞാൻ നമ്മുടെ ഓട്സും മ്യൂസ്ലിയും ഒക്കെ ഒന്ന് കെലോസിൻ്റെ ആണ്. അതിൻ്റെ ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. അതൊന്ന് ട്രൈ ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം, നാളത്തേക്കും എങ്ങനെയുണ്ട്, ഏതാ എടുക്കേണ്ടതെന്നുള്ളത് ഇന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് കൊണ്ടിരിക്കുവാണ്. അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ ഈഫൽ ടവർ കാണാനായിട്ടാണ് പോകുന്നത്. അതിൻ്റെ മേളിൽ കയറണം. അങ്ങനെ വീണ്ടും നമ്മൾ ബീർ ഹക്കിം ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഫ്രഞ്ച് ഗവൺമെൻറ് സൈക്ലിംഗ് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഹെൽത്തിനും അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടുമായിരിക്കും. സൈക്കിൾ റിക്ഷ വരെ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷനായ ഈഫൽ ടവറിൻ്റെ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്.
ഇന്ന് നമുക്ക് മേളിൽ കയറാനാണ് പ്ലാന്. പക്ഷേ കാലാവസ്ഥ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നമ്മളിവിടെ ഒന്ന് ലൈൻ നിൽക്കുവാണ്. ഈ ലൈൻ ടിക്കറ്റ് എടുക്കാനുള്ളതല്ല, ഇവിടെ അങ്ങോട്ടുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ലൈനിൽ കൂടെ നമ്മൾ ചെന്ന് നമുക്ക് മുഴുവൻ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. ചെക്കപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മളിപ്പം ഈഫൽ ടവർ ഇരിക്കുന്നതിന് കോർട്ട് യാർഡിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് എനിക്ക് ഇതുണ്ടാക്കിയ മനുഷ്യൻ്റെ ഗുസ്താവ് ഐഫലിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിയാതെ ഞാൻ ഓർത്തു പോവാണ്. ഇപ്പം നമ്മൾ ആ കോർട്ടിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാതെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെയും സൈഡിൽ കൂടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ടിക്കറ്റ് എടുക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അതിൻ്റെ 4 കാലുണ്ടല്ലോ, അതിൻ്റെ അവിടെയായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് സിറ്റുവേഷൻ നോക്കാം. ഇന്നിവിടെ സമയം ഇപ്പം 11 മണി കഴിഞ്ഞു. പക്ഷേ ഭയങ്കരമായിട്ട് ഫോഗാണ്, കാലാവസ്ഥ വളരെ മോശമാണ്, നല്ല തണുപ്പും ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്താണെങ്കിലും ഞങ്ങൾ കാണാവുന്ന പ്രതീക്ഷയോടുകൂടി ലൈനിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും സെൻറ്ററിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 4 വശങ്ങളും കാണാൻ സാധിക്കും. കണ്ടോ, ഇതേ അവിടെ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു. നമുക്ക് മേളിലോട്ട് പെർമിഷൻ ഇല്ല, ടോപ്പിൽ വരെ ചെല്ലാൻ പറ്റത്തില്ല, കാരണം വിസിബിലിറ്റി വളരെ കുറവാണ്. അത് കാരണം അവർ ടോപ്പ് ക്ലോസ് ചെയ്തു. ഞങ്ങളും ഇങ്ങനെ തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. പക്ഷേ എന്നാലും ഇവിടം വരെ വന്നതല്ലേ എന്നും കൊണ്ട് ഞങ്ങൾ വീണ്ടും നിൽക്കുകയാണ്. അപ്പോൾ മേൾ വരെ കയറാനുള്ള അഡൽറ്റിൻ്റെ പ്രൈസ് 24 ആയിരുന്നു. ഇനിയിപ്പം സെക്കൻഡ് ഫ്ലോർ വരെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് €18.40 എനിക്ക് കൊടുക്കണം. പിന്നെ യങ്സ്റ്റേഴ്സിന്, അതായത് 12 മുതൽ 24 വയസ്സ് വരെ ഉള്ളവർക്ക് അതിൻ്റെ പകുതി, അതായത് €9.40 അവർക്ക് കൊടുക്കണം. അപ്പോൾ ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. ഇത് കണ്ടോ, മേളിൽക്കൂടെ ആ സൈഡിലെ കാലേ കൂടെ നമ്മുടെ ലിഫ്റ്റ് ഇറങ്ങി വരുന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളിവിടെ ലൈൻ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓർക്കുമായിരുന്നു, അന്ന് 1886 ഗുസ്താവ് ഐഫൽ ഈ ഈഫൽ ടവറിൻ്റെ മോഡൽ ബാഴ്സലോണക്കാരെ കാണിച്ചപ്പോൾ അവരത് റിജക്റ്റ് ചെയ്ത് നന്നായി. അല്ലായിരുന്നു നമുക്കിപ്പോൾ അവിടെ പോയി ഇത് കാണേണ്ട വന്നേനെ. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാൻ ഇതിൻ്റെ ചരിത്രം പറയാം. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി അവരൊരു വ്യാപാരമേള വിളിച്ചു കൂട്ടി. അപ്പോൾ അതിന് ഒരു കവാടം വേണമായിരുന്നു. അപ്പം പല എൻജിനീയേഴ്സ് ഒരു മോഡൽസ് കൊണ്ടുവന്നു. ഗുസ്താവ് ഐഫലിൻ്റെ ഈ മോഡലാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അതേസമയം ഈ മോഡൽ തന്നെ ഗുസ്താവ് ഐഫൽ അതിന് മുമ്പ് നടന്ന ഒരു വ്യാപാരമേള, അതായത് ബാഴ്സലോണയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഈ മോഡൽ സമർപ്പിച്ചു. പക്ഷേ അവർക്കത് ഇഷ്ടപ്പെട്ടേ ഇല്ല, അതിനെ റിജക്റ്റ് ചെയ്തു. അങ്ങനെ ആ വിഷമത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഈ വ്യാപാരമേളയിൽ വെച്ചു. അത് അവർ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിവിടെ വന്നത്. 20 വർഷം കഴിഞ്ഞ് പൊളിച്ചു മാറ്റാനിരുന്ന ഈ നിർമ്മിതി ഇപ്പോഴും പ്രതിസന്ധികളെ അതിജീവിച്ച് ഫ്രാൻസിൻ്റെ തിലകക്കുറിയായി നിലനിൽക്കുന്നു. ഇപ്പം നമ്മുടെ ലൈന് അടുത്ത സെക്യൂരിറ്റി ചെക്കപ്പും കഴിഞ്ഞ് നമ്മുടെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് വരുവാണ്. ഇവിടെ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യണം. ഈ കാൽനടയായിട്ട് ഇവിടെ കയറാൻ പറ്റും കേട്ടോ. അതിനും ഒരു €11 അടുത്ത് കൊടുക്കേണ്ടി വരും. ഇതേ ലിഫ്റ്റ് വന്നു, ഞങ്ങളതിൽ കയറി. അപ്പം 7300 ടൺ ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ മെറ്റാലിക് ഗോപുരത്തിൻ്റെ മേളിലോട്ട് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏകദേശം 25 ലക്ഷത്തോളം ആണികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പം ലിഫ്റ്റ് ഇങ്ങനെ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നും തോന്നത്തൊന്നുമില്ല കേട്ടോ, സാധാരണ ലിഫ്റ്റിൽ ഇരിക്കുന്ന പോലെ തോന്നുള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തെ ഓരോ പീസസ് ഇങ്ങനെ വെച്ചേക്കുന്നത് നമുക്ക് കാണാം. പണ്ട് ലിഫ്റ്റൊന്നും ഇല്ലാത്ത കാരണം ഇവർ ചെറിയ പീസ് അയൺ പീസസ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അത് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ മേളിലെത്തിക്കഴിഞ്ഞു. ഇതാണ് മേളിൽ നിന്നുള്ള കാഴ്ചകൾ, സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള കാഴ്ചകളാണിതൊക്കെ. വിസിബിലിറ്റി വളരെ കുറവാണ്, ക്ലിയർ അല്ല കേട്ടോ. എങ്കിലും ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ മലയാളത്തിലെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ആകാശഗംഗ തീരത്തിനപ്പുറം 1000 വെണ്ണക്കൽ മണ്ഡപം. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല, പിന്നെ പറയുന്നതിനേക്കാളും ഭേദമല്ലേന്ന് ഓർത്ത് അങ്ങനെ ചെയ്ത കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പാട്ടല്ലേ നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്. ഇവിടെ ഇപ്പം ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാം കണ്ടോളുക. അപ്പം ഞാൻ ഇതിൻ്റെ ഏകദേശം 4 സൈഡിലും പോയി എടുക്കുന്നുണ്ട്, ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട്.
ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണക്ക് തണുക്കുന്നുണ്ട്. എങ്ങനെയാലും ഒന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ കയറി വന്നിട്ട് ഇതൊന്നും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് ഞാൻ പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഇതാണ് സീൻ നദി ഒഴുകുന്നുണ്ട്. അപ്പുറത്തൊരു പാലസ് ഉണ്ട്. ഏകദേശം ഇത് താഴത്തെ നിലയിലോട്ട് ഇപ്പോൾ ആൾക്കാർ പോകുന്നുണ്ട്. മോളിറങ്ങി പോയിട്ടുണ്ട്. ഇത് താഴത്തെ നിലയാണ്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് മേളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ പോയി ഫോട്ടോ എടുക്കുന്നത്. മോൻ പറഞ്ഞിട്ടാണ് അവൾ താഴോട്ട് പോയേക്കുന്നത്. അവനാണ് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഡയറക്ഷനൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് മോളുടെ ഫോട്ടോ താഴെയുള്ള മോളുടെ ഫോട്ടോ എടുക്കുകയാണ്. അവൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. തണുപ്പ് കാരണം ആർക്കും ഫോട്ടോ എടുക്കാനോ ഒന്നും കാണാനോ പോലുമുള്ള മൂഡില്ല. അതുകൊണ്ട് അതിൻ്റെ അകമൊക്കെയാണിത്. അവൾ മടുത്ത് കയറി വന്നു താഴേന്ന്. തണുത്തിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ താഴോട്ടിറങ്ങുന്ന സ്റ്റെയർകേസ് അവർ യെല്ലോ കളറാണ് കൊടുത്തേക്കുന്നത് പെയിൻറ്റിന്. അത് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഈ ഈഫൽ ടവർ മുഴുവൻ പെയിൻ്റ് അടിക്കുന്നതിന് ഈ 60 ടൺ പെയിൻ്റാണ് ആവശ്യമുള്ളത്. അവരിപ്പോൾ ഓൾറെഡി 18 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 324 മീറ്ററാണ് ഹൈറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ സ്റ്റെപ്പുകളെന്ന് പറയുന്നത് 1665. സെക്കൻഡ് ഫ്ലോർ വരെ വരണമെങ്കിൽ നമ്മൾ 674 സ്റ്റെപ്പ് വേണം. ഫസ്റ്റ് ഫ്ലോർ വരെ ആണെങ്കിൽ 347. ഇവിടം വരെ നമുക്ക് നടന്ന് കയറി വരാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ലിഫ്റ്റ് എടുക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾ മടുത്തു. ഞങ്ങളടുത്ത് ആദ്യം വന്ന ലിഫ്റ്റ് ഞങ്ങൾ തിരിച്ച് താഴോട്ടിറങ്ങുകയാണ്. എത്രയും പെട്ടെന്നൊന്ന് താഴെ എത്തിയാൽ മതിയെന്നേ ഉള്ളൂ. അതുപോലെ ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ നമുക്കൊരാശ്വാസമായി കേട്ടോ. കാരണം അടച്ചിട്ടേക്കുന്ന കാരണം നമുക്ക് പിന്നെ തണുപ്പ് ഫീൽ ചെയ്യത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ താഴെ എത്താറായി. ഞങ്ങൾ താഴെ ഇറങ്ങി. അയ്യോ, ഇപ്പോഴാണ് ആശ്വാസമായത് കേട്ടോ. ഇനി നമുക്ക് ഈ പുറത്തെ ഈ ഗാർഡനിൽ നിന്ന് ഈഫൽ ടവറിനെ മൊത്തം ഒന്ന് ഞാൻ കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ എത്ര വലുതാന്ന് കണ്ടോ. ഫസ്റ്റ് ഫ്ലോറായി, സെക്കൻഡ് ഫ്ലോറായി, ഇതാ മൊത്തത്തിൽ. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം മറ്റു പാരീസ് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.